നമ്മുടെ വ്യായാമ വീഡിയോ പരമ്പരയിലെ 6ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗങ്ങൾക്ക്, ലോവർ ബാക്കിനും 2 കാലുകൾക്കും ഇത്രയും ഭാഗങ്ങൾക്കുള്ള എക്സസൈസിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സസൈസുകൾ ലോവർ ബാക്ക് പെയിൻ പോലെയുള്ള അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ്. എങ്കിലും ബാക്ക് പെയിൻ ഉള്ളവർ, ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ വളരെ ശ്രദ്ധിച്ചു മാത്രം, അവർക്ക് പറ്റാത്തതാണെങ്കിൽ അത് ഒഴിവാക്കുക, ചെയ്യാൻ ശ്രമിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസുകൾ ഒഴിവാക്കി കളയേണ്ടതുണ്ട്. ജോയിന്റ്സിൽ അല്പം പോലും വേദനയില്ലാതെ, അതായത് സന്ധികളിൽ വേദനയില്ലാതെ മസിൽസിന് മാത്രമാണ് അത്യാവശ്യം സ്ട്രെയിൻ ഉള്ളത്, അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം സന്ധികളിൽ വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസുകൾ ഒഴിവാക്കണം. അപ്പോൾ ഇന്നത്തെ എക്സസൈസുകൾ ലോവർ ബാക്ക്, ഇടുപ്പ്, 2 കാലുകളിലെയും പേശികൾ ഇവയെ ശക്തിപ്പെടുത്താൻ വളരെയേറെ സഹായിക്കും. ഇങ്ങനെ നമുക്ക് 6ാമത്തെ വീഡിയോ കാണാം. 2 കൈമുട്ടുകളും മടക്കി ഷോൾഡർ ലെവലിൽ ഉയർത്തിപ്പിടിക്കാം. 2 വശങ്ങളിലൂടെയും തിരിഞ്ഞ് പിറകിലേക്ക് നോക്കാം. സ്പൈനൽ ട്വിസ്റ്റിംഗ്. നട്ടെല്ലിന്റെ 2 വശങ്ങളിലുമുള്ള പേശികളുടെ വലിവ് ശ്രദ്ധിക്കാം. റിലീസ്. ഇനി ഇതേ രീതിയിൽ 2 വശങ്ങളിലേക്ക് കൈകൾ നീട്ടിവെച്ചുകൊണ്ട് സ്പൈനൽ ട്വിസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം. 2 വശങ്ങളിലൂടെയും പിറകിലേക്ക് തിരിഞ്ഞു നോക്കാം. കൈകൾ താഴ്ന്നു പോവരുത്. കൈമുട്ടുകൾ നിവർത്തി നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. പാരലലായിട്ട് പിടിക്കാം. വലത്തോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു. പരമാവധി പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക. റിലീസ്. ഇനി കൈകൾ ഓരോന്നായി മുകളിലേക്ക് ഉയർത്തുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ശരീരത്തെ തളർത്തിയിടാം. ഓരോ വശങ്ങളിലേക്കും ശരീരത്തെ വളയ്ക്കാം. വലത് കൈ ഉയർത്തുന്നു, ഇടതുവശത്തേക്ക് ചരിയുന്നു, നേരെ വരുന്നു. ഇടത് കൈ ഉയർത്തുന്നു, വലതുവശത്തേക്ക് ചരിയുന്നു, നേരെ വരുന്നു. ശരീരത്തിൻ്റെ 2 വശങ്ങളിലുമുള്ള പേശികൾക്കുണ്ടാവുന്ന സ്ട്രെച്ച് ശ്രദ്ധിക്കാം. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈമുട്ട് നിവർത്തി വയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഷോൾഡർ മസിൽസിനും നല്ല വലിവുണ്ടാകും. റിലീസ്. 2 കൈകളും മുകളിലേക്ക് ഉയർത്തുന്നു, കോർത്തു പിടിച്ച് മലർത്തുന്നു. കൈമുട്ടുകൾ നന്നായി നിവർത്തി വെച്ചുകൊണ്ട് 2 വശങ്ങളിലേക്കും ചരിയുന്നു. ഫീൽ ദ സ്ട്രെച്ച്. 2 ഷോൾഡറിനും ശരീരത്തിൻ്റെ 2 വശങ്ങളിലുള്ള മസിൽസിനും എല്ലാം നല്ല സ്ട്രെച്ച് ഉണ്ടായിരിക്കും. സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. പതിയെ ഇടതുവശത്തേക്ക് ചരിയുന്നു, നേരെ വരുന്നു. വലത്തോട്ട് ചരിയുന്നു, നേരെ വരുന്നു. റിലീസ്. ഇനി മുൻപിലേക്കും പിറകിലേക്കും വളയാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുൻപിലേക്ക് വളയുന്നു. ശ്വാസം അകത്തേക്കെടുത്ത് പിറകിലേക്ക് വളയുന്നു. കാൽമുട്ടുകൾ നിവർന്നിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് മുൻപിലേക്ക് വളയുമ്പോൾ കൈകൾ തറയിൽ തൊടുവിക്കാനായിട്ട് ശ്രമിക്കാം. ശ്വാസം അകത്തേക്കെടുത്ത് പിറകിലേക്ക് വളയുമ്പോൾ 2 കൈകൾ കൊണ്ടും അരക്കെട്ടിനെ മുൻപിലേക്ക് പുഷ് ചെയ്യാം. ബാക്ക് പെയിൻ ഉള്ളവർ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സാവധാനം മാത്രമേ ചെയ്യാവൂ. ഒരല്പം പോലും മുൻപിലേക്ക് വളയുമ്പോൾ സ്ട്രെയിൻ ചെയ്യരുത്. ശ്വാസം പുറത്തേക്ക് വിട്ട് മുൻപിലേക്ക് വളയാം. ശ്വാസം അകത്തേക്കെടുത്ത് പിറകിലേക്ക് വളയാം. റിലീസ്. ഇനി നേരെ വരാം. 2 കാലുകളും ഒരു 3 അടി അകലത്തിൽ വയ്ക്കാം. കൈകൾ 2 വശങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വലത് കൈ ഇടത് കാൽവിരലിലും ഇടത് കൈ വലത് കാൽവിരലിലും മാറി മാറി തൊടുവിക്കുക. കാൽമുട്ടുകൾ നല്ലവണ്ണം നിവർത്തി വെക്കണം. കാലിലെ പേശികൾക്ക് നല്ല സ്ട്രെച്ച് ഉണ്ടാവും. പതിയെ റിലീസ്. അടുത്തത് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ആണ്. കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു, ഒരല്പം കൂടി പിറകിലേക്ക് ചലിപ്പിക്കുന്നു. മുകളിലേക്ക് ഉയർത്തി ഒരല്പം കൂടി പിറകിലേക്ക് സ്ട്രെച്ച്. ഉയർത്തുന്നു, സ്ട്രെച്ച്. കൈകൾ ഉയർത്തുക, സ്ട്രെച്ച് ചെയ്യാം. ഉയർത്തുന്നു, വീണ്ടും പിറകിലേക്ക് ചലിപ്പിക്കുന്നു. ഷോൾഡർ ജോയിൻറ്റിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. റിലീസ്. 2 കൈകളും മുൻപിലേക്ക് നീട്ടിവെച്ചുകൊണ്ട് കൈകളെ വശങ്ങളിലേക്ക് ചലിപ്പിക്കുക. വശങ്ങളിലേക്ക് ചലിക്കുമ്പോൾ 2 കൈകളും 2 സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഒരല്പം കൂടി പിറകിലേക്ക് ചലിപ്പിക്കാം.
വീണ്ടും സ്ട്രെച്ച്. ഷോൾഡർ മസിൽസിന് തന്നെയാണ് മസിൽ കോൺട്രാക്ഷനും സ്ട്രെച്ചിങ്ങും അനുഭവപ്പെടുക. രണ്ട് വശങ്ങളിലേക്കും കൈകൾ ചലിപ്പിക്കുന്നു. വീണ്ടും അവിടെ നിന്നും ഒരല്പം കൂടി പിറകിലേക്ക് ചലിപ്പിക്കാം. സ്ലോലി റിലീസ്. വീണ്ടും രണ്ട് കൈകളും വശങ്ങളിലേക്ക് നീട്ടിപ്പിടിക്കുന്നു. കൈകൾ ഉയർത്തുന്നു, സൈഡിലേക്ക് താഴ്ത്തുന്നു, ഉയർത്തുന്നു, താഴ്ത്തുന്നു. പരമാവധി നിവർന്ന് നിൽക്കണം. മട്ടല് നന്നായി നിവർത്തി വെച്ചുകൊണ്ട് കൈമുട്ടുകൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചുകൊണ്ട് രണ്ട് കൈകളും വശങ്ങളിലൂടെ ഉയർത്തുക, താഴ്ത്തുക. റിലീസ്. വീണ്ടും ഷോൾഡർ എക്സസൈസ്. രണ്ട് കാലുകളും ഒരടി ഗ്യാപ്പിൽ വയ്ക്കുന്നു. ഓരോ വശങ്ങളിലേക്ക് തിരിഞ്ഞ് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി അല്പം പിറകിലേക്ക് വളയുക. അടുത്ത വശത്തേക്ക് തിരിയുന്നു, കൈകൾ ഉയർത്തുന്നു, പിറകിലേക്ക് സ്ട്രെച്ച്. അങ്ങനെ ഓരോ വശത്തേക്കും തിരിഞ്ഞുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ മസിൽസ്, ലോവർ ബാക്ക് മസിൽസ് എല്ലാം ശ്രദ്ധിക്കണം. ഈവൻ കാലിലെ മസിൽസിനടക്കം സ്ട്രെച്ച് ഉണ്ടായിരിക്കും. പരമാവധി രണ്ട് കൈകളെയും പിറകിലേക്ക് ചലിപ്പിക്കണം. സ്ട്രെച്ച്. ബെൻഡ് ബാക്ക്വേർഡ്. റിലീസ്. തറയിലേക്ക് ഇരിക്കാം, ചമ്രം മടിഞ്ഞ് നിവർന്നിരിക്കാം. രണ്ട് കൈകളും ഷോൾഡർ ലെവലിൽ ഉയർത്തി മടക്കി പിടിക്കാം. ഓരോ വശങ്ങളിലൂടെ പിറകിലേക്ക് തിരിഞ്ഞ് നോക്കാം. സ്പൈനൽ ട്വിസ്റ്റിംഗ് ആണ് ഇതിൽ ചെയ്യുന്നത്. നട്ടെല്ലിൻ്റെ രണ്ട് വശങ്ങളിലുള്ള മസിൽസിനുണ്ടാവുന്ന സ്ട്രെച്ച് ശ്രദ്ധിക്കണം. വലത്തോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന മസിൽസിലേക്ക് തന്നെയായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഫീൽ ദ സ്ട്രെച്ച്. പതിയെ റിലീസ് ചെയ്യാം. ഇനി രണ്ട് പാദങ്ങളും പരസ്പരം ചേർത്ത് വയ്ക്കാം. പാദങ്ങൾ നന്നായിട്ട് ശരീരത്തോട് ചേർത്ത് വയ്ക്കാം. നിവർന്നിരിക്കാം. കൈകൾ കൊണ്ട് രണ്ട് പാദങ്ങളെയും കോർത്തു പിടിക്കാം. കാൽമുട്ടുകളെ തറയിൽ തൊടുവിക്കുന്നതിനായിട്ട് അല്പം പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ താഴ്ത്തുക. തുടയുടെ മസിൽസിനൊക്കെ നല്ല സ്ട്രെച്ച് ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല വലിവുണ്ടാവും. പതിയെ 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 കാൽമുട്ടിനെ തറയിൽ തൊടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഫാസ്റ്റായിട്ട് കാൽമുട്ടിനെ ചലിപ്പിക്കാം. പതിയെ റിലീസ് ചെയ്യാം. ഇനി രണ്ട് കാലുകളും നിവർത്തി വെച്ചുകൊണ്ട് നീട്ടി വെച്ചുകൊണ്ട് നിവർന്നിരിക്കാം. ശരീരത്തെ മുൻപിലേക്കും പിറകിലേക്കും വളയ്ക്കാം. ശ്വാസകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി പിറകിലേക്ക് വളയുന്നു. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ലോവർ ബാക്കിൽ നിന്ന് മുൻപിലേക്ക് വളയുന്നു. മുൻപിലേക്ക് വളയുമ്പോൾ കൈകൾ കൊണ്ട് കാൽവിരലിൽ തൊടാനായിട്ട് ശ്രമിക്കാം. വലിയ സ്ട്രെയിൻ എടുക്കേണ്ടതില്ല. പതിയെ പതിയെ ചെയ്താൽ മതിയാവും. കാലിലെ മസിൽസിനൊക്കെ നല്ല വലിവുണ്ടായിരിക്കും. കാൽമുട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. മസിൽസൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. കാൽമുട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ലോലി റിലീസ്. ഇനി ശരീരത്തെ ഓരോ വശങ്ങളിലേക്കായിട്ട് ചരിക്കാം. വലത് കാൽമുട്ട് മടക്കി വയ്ക്കുന്നു. ഇടത് കാല് നിവർത്തി വയ്ക്കുന്നു. ഇടത് കൈ കൊണ്ട് ഇടത് കാൽവിരലിൽ പിടിക്കാം. കാൽമുട്ട് നന്നായി നിവർന്നിരിക്കണം. ഇടത് കൈ ഇടത് കാൽവിരലിൽ പിടിച്ചുകൊണ്ട് പതിയെ പതിയെ ഇടത് സൈഡിലേക്ക് ശരീരത്തെ ചരിച്ചു കൊണ്ടുവരാം. പതിയെ ഇടത് കൈമുട്ടും തലയും പതിയെ പതിയെ ഇടതുവശത്തേക്ക് താഴ്ത്തിക്കൊണ്ടുവരാം. പതിയെ റിലീസ് ചെയ്യുന്നു. ഇനി ഇടതുകാൽ മടക്കി വെച്ച് വലത് കാൽ നിവർത്തി വയ്ക്കാം. വലത് കൈ കൊണ്ട് വലത് പാദത്തിൽ അല്ലെങ്കിൽ വലത് കാൽ വിരലിൽ പിടിക്കാം. പതിയെ ശരീരത്തെ വലതു സൈഡിലേക്ക് ചരിക്കാം. പതിയെ 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 ശരീരത്തെ വലത്തോട്ട് തളർത്തിയിടുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യൊന്നും ചെയ്യരുത്. വളരെ സാവധാനത്തിൽ നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച് മാത്രം ചെയ്യുക. കാൽമുട്ട് നന്നായി നിവർന്നിരിക്കണം. കാലിലെ മസിൽസിന് നല്ല വലിവുണ്ടാവും. ബാക്ക് മസിൽസിന് നല്ല സ്ട്രെച്ച് ഉണ്ടാവും. ഈ ഒരു സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഒരു വേദനയിലേക്ക് എത്തരുത്. പതിയെ ചെയ്യുക. സ്ലോലി റിലീസ്. ഇനി കാൽമുട്ടിൽ ഉയർന്നു നിൽക്കാം. കാൽമുട്ട് തറയിൽ വെച്ചു, കൈപ്പത്തി തറയിൽ വെച്ചു. ടേബിൾ പോസ്ചർ. ശ്വാസകത്തേക്കെടുത്ത് നടു നന്നായി താഴ്ത്തുക. തലയും ഹിപ്പും ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടു പരമാവധി ഉയർത്തുക.
തലയും ഹിപ്പും നന്നായിട്ട് താഴ്ത്തുക. ശ്വാസകത്തേക്കെടുത്ത് നടു താഴ്ത്തുന്നു, തലയും ഹിപ്പും നന്നായി ഉയർത്തുന്നു. ശ്വാസം പുറത്തേക്ക് വിട്ട് നട്ടെല്ലിനെ പരമാവധി വളച്ച് ഒരു റാ ഷേപ്പിൽ കൊണ്ടുവരണം. ബാക്ക് മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. ശ്വാസകത്തേക്ക് എടുക്കുന്നു, നടു നന്നായി താഴ്ത്തി തലയും ഹിപ്പും മാക്സിമം ഉയർത്തുക. ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നടു നന്നായി ഉയർത്തി തലയും ഹിപ്പും പരമാവധി താഴ്ത്താം. ശ്വാസകത്തേക്കെടുത്തു, നടു താഴുന്നു, തലയും ഹിപ്പും ഉയരുന്നു. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം നടു നന്നായിട്ട് ഉയർത്തി തലയും ഹിപ്പും താഴ്ത്തുക. ശ്വാസം അകത്തേക്ക്, നടു താഴുന്നു. ശ്വാസം പുറത്തേക്ക്, നടു നന്നായി ഉയർത്തുന്നു. ശ്വാസം അകത്തേക്ക് എടുക്കാം, ശ്വാസം പുറത്തേക്ക് വിടാം. ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, നട്ടെല്ല് നന്നായി താഴ്ത്താം. നടുവിലേക്ക് തന്നെ ഇരിക്കണം നമ്മുടെ ശ്രദ്ധ. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം നടു നന്നായി ഉയർത്തുന്നു. ശ്വാസം അകത്തേക്ക് എടുക്കാം, നടു താഴ്ത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് നടു ഉയർത്തുക. പതിയെ റിലീസ് ചെയ്യാം. കുറ്റിയിലേക്ക് ഇരിക്കാം. വീണ്ടും കാൽമുട്ടിൽ ഉയർന്നു നിൽക്കാം. കൈപ്പത്തികൾ തറയിൽ വയ്ക്കാം. ബാലൻസിൽ നിന്നതിന് ശേഷം വലത് കൈയും ഇടത് കാലും സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം, നീട്ടിപ്പിടിക്കാം. വലത് കൈമുട്ട് നിവർത്തി പിടിക്കുന്നു, ഇടത് കാൽമുട്ടും നിവർത്തി പിടിക്കുന്നു. ലോവർ ബാക്കിലേക്ക് ശ്രദ്ധിക്കാം. ലോവർ ബാക്ക് മസിൽസിന് നല്ല സ്ട്രെയിൻ ഉണ്ടായിരിക്കും. പതിയെ റിലീസ് ചെയ്യാം. ഇടത് കൈയും വലത് കാലും നീട്ടിപ്പിടിക്കാം. സ്ട്രെച്ച്. ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് ഇതൊക്കെ. റിലീസ്. വീണ്ടും വലത് കൈയും ഇടത് കാലും നീട്ടിപ്പിടിക്കാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ബാക്ക് മസിൽസിൽ, പ്രത്യേകിച്ചും ലോവർ ബാക്ക് മസിൽസിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. റിലീസ് ചെയ്യുന്നു. ഇടത് കൈയും വലത് കാലും നീട്ടിപ്പിടിക്കാം. നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. സ്ലോലി റിലീസ്. വീണ്ടും വലത് കൈയും ഇടത് കാലും നീട്ടുന്നു. റിലീസ്. ഇടത് കൈയും വലത് കാലും നിവർത്തിപ്പിടിക്കാം, സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം, പരമാവധി ഉയർത്തിപ്പിടിക്കാം. റിലീസ്. വീണ്ടും വലത് കൈയും ഇടത് കാലും സ്ട്രെച്ച്, മാക്സിമം ഉയർത്തുക. നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ആയിരിക്കണം ശ്രദ്ധ. ഏതൊക്കെ ഭാഗത്ത് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നോ മസിൽസിന് അതൊക്കെ ശ്രദ്ധിക്കണം. ഇടത് കൈയും വലത് കാലും നീട്ടിപ്പിടിക്കാം, സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. റിലീസ്. വലത് കൈയും ഇടത് കാലും നീട്ടുന്നു, പറ്റുന്നത്ര ഉയർത്തിപ്പിടിക്കുന്നു. പതിയെ റിലീസ് ചെയ്യാം. ഏത് കൈയാണോ മുൻപിലേക്ക് നീട്ടിപ്പിടിക്കുന്നത്, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് കാലായിരിക്കണം പിറകിലേക്ക് നീട്ടുന്നത്. പതിയെ റിലീസ് ചെയ്യാം. റിലാക്സ്. പതിയെ തറയിലേക്ക് കിടക്കാം. ലെഗ് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാം. വലത് കാലുകൊണ്ട് വലിയ വൃത്തങ്ങൾ വരയ്ക്കാം. റൊട്ടേറ്റ്. ലെഗ് റൊട്ടേഷൻ. കാലിലെ മസിൽസ് എല്ലാം നന്നായി ടൈറ്റ് ചെയ്ത് വെക്കണം. കാൽമുട്ട് മാക്സിമം നിവർത്തി വെക്കണം. വലത് കാലിലെ മസിൽസിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വലിയ വൃത്തങ്ങൾ വരയ്ക്കാം. റിവേഴ്സ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം. കാലിലെ മസിൽസിനും ലോവർ ബാക്കിനും അത്യാവശ്യം നല്ല സ്ട്രെയിൻ ഉണ്ടാവും. എല്ലാം ശ്രദ്ധിച്ചു മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. നമ്മുടെ സുഖം പോലെ മാത്രമേ പ്രാക്ടീസ് ചെയ്യാവൂ. വലിയ വേദന ഉണ്ടാവരുത്. പതിയെ റിലീസ് ചെയ്യാം. വീണ്ടും ഇടത് കാലുകൊണ്ട് ലെഗ് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഇടത് കാൽമുട്ട് നിവർത്തി വയ്ക്കാം. ഇടത് കാലിലെ മസിൽസ് എല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാം. റൊട്ടേറ്റ്. ശ്രദ്ധ പൂർണ്ണമായും ഇടത് കാലിലേക്ക് മാത്രമാവണം. ഇടത് കാലിലെ മസിൽസിനൊക്കെ നല്ല സ്ട്രെയിൻ ഉണ്ടായിരിക്കും. ലോവർ ബാക്ക് മസിൽസിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം. എത്ര തവണയാണോ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് അത്രയും തവണ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. പതിയെ റിലീസ് ചെയ്യാം.
ഇനി വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഇടതുകാൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. ഇടതുകാലിലെ മസിൽസ് എല്ലാം ടൈറ്റ് ചെയ്ത് വെക്കണം. ഇടത് കാൽമുട്ട് നന്നായി നിവർത്തി വെക്കണം. കാലിലെ മസിൽസിലേക്കും ഹിപ്പ് മസിൽസിലേക്കും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. വയറിൻ്റെ സൈഡിലും അരക്കെട്ടിൻ്റെ സൈഡിലുമായിട്ടുള്ള മസിൽസ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, അവിടുത്തെ കൊഴുപ്പ് കുറയാൻ വേണ്ടിയിട്ട് ഈ എക്സസൈസ് സഹായകമാണ്. ലോവർ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാനും സഹായകമാണ്. അടുത്തൊരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് വലതുകാൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. വലതുകാലിലെ മസിൽസിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. നല്ല സ്ട്രെയിൻ ഉണ്ടാവും. പതിയെ പതിയെ അധിക ദിവസത്തെ സമയമെടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ശരിയാക്കി എടുത്താൽ മതി. കാലുയർത്തുന്നു, താഴ്ത്തുന്നു. കാൽമുട്ടൊക്കെ നന്നായി നിവർത്തി വെക്കണം. ലോവർ ബാക്ക് മസിൽസൊക്കെ നന്നായി ശക്തിപ്പെടും. നമ്മുടെ ശരീരത്തിൻ്റെ സുഖമനുസരിച്ച് മാത്രമേ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാവൂ. ഒരുപാട് സ്ട്രെയിൻ എടുക്കരുത്. ഇനി വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഇടതുകാൽ അല്പം ഉയർത്തി വെച്ച് ഇടതുകാലിനെ മുൻപിലേക്കും പിറകിലേക്കും ചലിപ്പിക്കാം. ഒരേ ലെവലിൽ തന്നെ പറ്റുന്നത്ര മുൻപിലേക്കും പറ്റാവുന്നത്ര പിറകിലേക്കും കാലിനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഹിപ്പ് മസിൽസിൽ ശ്രദ്ധിക്കാം. കാൽമുട്ടൊക്കെ നന്നായി നിവർത്തി വെച്ച് മസിൽസ് എല്ലാം ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഇടതുകാലിലെ മസിൽസിനും ഇടത് ഹിപ്പ് മസിൽസിനും നല്ല സ്ട്രെയിൻ ഉണ്ടാവും. അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. മാക്സിമം മുൻപിലേക്കും മാക്സിമം കാലിനെ പിറകിലേക്കും ചലിപ്പിക്കണം. പതിയെ റിലീസ് ചെയ്യാം. ഇനി ഇടതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കാം. വലതുകാൽ ഉയർത്തിപ്പിടിക്കാം. വലതുകാലിനെ മുൻപിലേക്കും പിറകിലേക്കും ചലിപ്പിക്കാം. വലതുകാലിലേക്ക് മാത്രം ശ്രദ്ധിക്കണം. വലതുകാലിലെ മസിൽസ് എല്ലാം ടൈറ്റ് ചെയ്ത് പിടിക്കാം. കാൽമുട്ട് സ്ട്രോങ് ആയിട്ട് നിവർത്തി പിടിക്കാം. ഹിപ്പ് മസിൽസിലേക്കും ശ്രദ്ധിക്കണം. കാല് പറ്റുന്നത്ര മുൻപിലേക്കും പരമാവധി പിറകിലേക്കും ചലിപ്പിക്കണം. ഹിപ്പ് ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സിൽ ശ്രദ്ധിക്കാം. കാലിലെ മസിൽസിനുണ്ടാവുന്ന സ്ട്രെയിൻ ശ്രദ്ധിക്കാം. പരമാവധി മുൻപിലേക്കും പരമാവധി പിറകിലേക്കും വലതുകാലിനെ ചലിപ്പിക്കാം. വയറിൻ്റെ വലതുഭാഗത്തും ഹിപ്പ് മസിൽസിൻ്റെ വലതുഭാഗത്തുമുള്ള മസിൽസ് സ്ട്രോങ് ആവാനും ലോവർ ബാക്ക് മസിൽസ് ശക്തിപ്പെടാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. റിലീസ് ചെയ്യാം. ഇനി അടുത്ത ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടക്കാം. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. തല ഉയർത്തി വലത് കൈ കൊണ്ട് തലയെ സപ്പോർട്ട് ചെയ്യാം. രണ്ട് കാൽമുട്ടുകളും നിവർത്തി വെച്ച് രണ്ട് കാലുകളെയും ഒരല്പം മുൻപിലേക്ക് കയറ്റി വയ്ക്കാം. ഒരു 45 ഡിഗ്രി മുൻപിലേക്ക് കയറ്റി വയ്ക്കാം. ഈ ലെവലിൽ രണ്ട് കാലുകളെയും വെച്ചുകൊണ്ട് ഇടതുകാൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. ഇടതുകാലിലെ മസിൽസ് എല്ലാം നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കാം. കാൽമുട്ട് നിവർത്തി വയ്ക്കണം. കാല് മുകളിലേക്ക് ഉയർത്തുന്നു, താഴ്ത്തുന്നു. ഇടതുകാലിലേക്ക് മാത്രമായിരിക്കണം ശ്രദ്ധ. ലോവർ ബാക്ക് മസിൽസിനും ഹിപ്പ് മസിൽസിനും നല്ല സ്ട്രെയിൻ ഉണ്ടാവും ഈ എക്സസൈസ് കൊണ്ട്. അടുത്ത വശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ പ്രാക്ടീസ് ചെയ്യാം. രണ്ട് കാലുകളെയും മുൻപിലേക്ക് കയറ്റി വയ്ക്കുന്നു. 45 ഡിഗ്രി മുൻപിലേക്ക് നീട്ടി വയ്ക്കുന്നു. വലതുകാൽ ഉയർത്തുക, താഴ്ത്തുക. കാലിലെ മസിൽസ് എല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. ലോവർ ബാക്ക് മസിൽസും ഹിപ്പ് മസിൽസും ബലപ്പെടുന്നതിനും കാലിലെ പേശികൾ ശക്തിപ്പെടുന്നതിനും സഹായകമാകുന്ന എക്സസൈസാണിതെല്ലാം. കാലിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ബാക്ക് പെയിൻ ഉള്ളവരൊക്കെ ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യണം. പതിയെ റിലീസ് ചെയ്യാം. അടുത്തൊരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. തല ഉയർത്തി വയ്ക്കുന്നു. ഇടത് കാൽമുട്ട് മടക്കുന്നു. മുൻപിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യുന്ന തരത്തിൽ നിവർത്തുന്നു. നേരെ പിറകിലേക്ക് കൊണ്ടുപോകുന്നു. വീണ്ടും കാൽമുട്ട് പിറകിലേക്ക് മടക്കുന്നു. മുൻപിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. നിവർത്തുന്നു. നിവർത്തിക്കൊണ്ട് പിറകിലേക്ക് പോകുന്നു. പിറകിലേക്ക് കൊണ്ടുപോയി വീണ്ടും മടക്കുന്നു. പ്രാക്ടീസ്. കാലിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ഹിപ്പ് മസിൽസിനും നല്ല സ്ട്രെയിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സുഖകരമായിട്ടുള്ള രീതിയിൽ ഈ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നവർ മാത്രമേ ഇത് ചെയ്യാവൂ. ഒരു റൊട്ടേഷനാണ് ചെയ്യുന്നത്. ഇനി ഇതേ രീതിയിൽ
ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം. കാൽമുട്ട് മടക്കി പിറകിലേക്ക് കൊണ്ടുപോയി നിവർത്തുന്നു, നിവർത്തിക്കൊണ്ട് മുൻപിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും മടക്കുന്നു. കാലിലെ പേശികളിൽ തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മസിൽസ് കോച്ചി പിടിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാം. കാൽമുട്ട് മടക്കി പിന്നിലേക്ക് കൊണ്ടുപോകുന്നു, ശേഷം പിന്നിൽ വെച്ചുകൊണ്ട് തന്നെ നിവർത്തുന്നു, നിവർത്തിക്കൊണ്ട് മുൻപിലേക്ക് കാലിനെ കൊണ്ടുവരുന്നു, മുൻപിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും മടക്കുന്നു. റൊട്ടേറ്റ്. വളരെ സാവധാനത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മതിയാവും. പതിയെ റിലീസ് ചെയ്യാം. അടുത്തൊരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. വലത് കാൽ ഉയർത്തുക, വലത് കാൽമുട്ട് മുൻപിലേക്ക് മടക്കി, കാൽമുട്ട് മുൻപിലേക്ക് നിവർത്തി, പിറകിൽ വെച്ചുകൊണ്ട് വീണ്ടും കാൽമുട്ട് മടക്കി. ഈ രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. വലത് വലിയ വൃത്തങ്ങൾ തന്നെ വരയ്ക്കണം. കാലിലെ മസിൽസിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ശ്രദ്ധിക്കാം. രണ്ട് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം. റിവേഴ്സ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം. കാല് പിറകിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാൽമുട്ട് മടക്കുന്നു, പിറകിലേക്ക് തന്നെ കാലിനെ നിവർത്തുന്നു, നിവർത്തിക്കൊണ്ട് കാലിനെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു, മസിൽസിനും നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ലോവർ ബാക്ക് മസിൽസിന് സ്ട്രെയിൻ ഈ പ്രാക്ടീസിൽ വയറിലെ പേശികൾക്കടക്കം കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. സ്ലോലി റിലീസ്. വീണ്ടും വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. ഇടത് കാൽമുട്ട് മടക്കി ഇടത് കാൽമുട്ടിനെ തറയിലേക്ക് വെക്കാം, മുൻപിൽ വെക്കാം. തല ഉയർത്തിപ്പിടിച്ചിരിക്കണം. ഇനി താഴെയുള്ള കാൽ, അതായത് വലത് കാൽ ഉയർത്തിക്കൊണ്ടേയിരിക്കാം. തറയിൽ തൊടുന്നതിന് മുൻപ് ഉയർത്തി 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 കാൽമുട്ട് നന്നായിട്ട് നിവർത്തി വെക്കണം. വലത് കാലിലെ മസിൽസ് എല്ലാം നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കണം. ലോവർ ബാക്കിൽ നല്ല സ്ട്രെയിൻ ഉണ്ടായിരിക്കും. കാലിലെ മസിൽസിനും നല്ല സ്ട്രെയിൻ ഉണ്ടാവും. വലത് കാലിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഈ പ്രാക്ടീസ്. എല്ലാം ലോവർ ബാക്ക് മസിൽസിനും കാലിലെ മസിൽസിനും വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ആണിത്. പതിയെ റിലീസ് ചെയ്യുന്നു. ഒരു വശത്തേക്ക് ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. തല ഉയർത്തി വയ്ക്കാം. ഇടത് കൈ കൊണ്ട് തലയെ സപ്പോർട്ട് ചെയ്യാം. വലത് കാൽമുട്ട് മടക്കി കാൽ തറയിലേക്ക് വയ്ക്കാം. ഇടത് കാൽ തറയിൽ നിന്നും ഉയർത്തിക്കൊണ്ടേയിരിക്കാം. ഇടത് കാൽമുട്ട് നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത് പിടിക്കണം. കാൽമുട്ട് കാലിലെ മസിൽസിനെ നന്നായി ടൈറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുകൊണ്ടായിരിക്കണം. മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കാം. തറയിൽ തൊടുന്നതിന് മുൻപ് വീണ്ടും 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 മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കാം. ശ്രദ്ധ പൂർണ്ണമായിട്ടും ഈ കാലിൽ മാത്രമായിരിക്കണം. നല്ല സ്ട്രെയിനുള്ള എക്സസൈസസ് ആണിത്. ഈ ഓരോ എക്സസൈസും ഓരോരുത്തരുടെയും ശരീരസുഖമനുസരിച്ച് മാത്രം പ്രാക്ടീസ് ചെയ്യുക. പതിയെ റിലീസ് ചെയ്യാം. ഇനി കൈകാലുകൾ ചേർത്ത് വയ്ക്കുന്നു. കാൽമുട്ടുകൾ മടക്കി വയ്ക്കാം. കിടക്കുന്ന ഈ പൊസിഷനിൽ നിന്ന് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ മുൻപിലേക്ക് കൊണ്ടുവരാം. ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസകത്തേക്ക് എടുത്ത് തറയിലേക്ക് കിടക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ ഉയർത്തിക്കൊണ്ടുവരാം. നെഞ്ചിനെ കാൽമുട്ടിൽ തൊടുവിക്കാം. വയറിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ശ്വാസകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുന്നു. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ മുൻപിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. നേരെ വരിക. ശ്വാസകത്തേക്ക് എടുത്ത് തറയിലേക്ക് കിടക്കാം. ശ്വാസം പുറത്തേക്ക് ഉയരാം. ശ്വാസകത്തേക്ക്, ശ്വാസം പുറത്തേക്ക് ഉയരുക. വയറിലെ മസിൽസിന് നല്ല കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. ലോവർ ബാക്ക് മസിൽസിനും അതുപോലെ കാലിലെ പേശികൾക്കും സ്ട്രെയിൻ ഉണ്ടാവും. റിലീസ് ചെയ്യാം. കൈകാലുകൾ ചേർത്ത് വെച്ചു. എഴുന്നേറ്റിരിക്കാം. രണ്ട് കൈപ്പത്തിയും ശരീരത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് തറയിൽ പതിപ്പിച്ചു വയ്ക്കാം. കാൽപാദം തറയിൽ നിന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് കാൽമുട്ട് നിവർത്തും. ശ്വാസകത്തേക്ക് എടുത്തുകൊണ്ട് കാൽമുട്ട് മടക്കി ശ്വാസം പുറത്തേക്ക്
വേദനയുള്ളവർ ആ വേദനയുള്ള സമയത്ത് പ്രാക്ടീസ് ഒഴിവാക്കണം. റിലീസ് ചെയ്യാം. ഇനി ഇടതുവശത്തേക്ക് തിരിയുക. ഇടത് കൈപ്പത്തി തറയിൽ വെച്ചുകൊണ്ട് കൈമുട്ട് ശരീരത്തെ ഇടത് കൈപ്പത്തിയിലും കാലിൻ്റെ പാദത്തിലുമായിട്ട് ബാലൻസ് ചെയ്യും. കൈമുട്ട് നിവർന്നിരിക്കണം. കയ്യിലെ മസിൽസിനും ഷോൾഡർ മസിൽസിനും നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ചെസ്റ്റ് മസിൽസിന് നല്ല കോൺട്രാക്ഷൻ അനുഭവപ്പെടുന്നുണ്ടാവും. അരക്കെട്ട് ഒരുപാട് താഴ്ന്നു പോകരുത്. ഒരേ ലെവലിൽ തന്നെയായിരിക്കണം. ഈ പ്രാക്ടീസൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് ശരിയാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സമയമെടുത്ത് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രം ഇതൊക്കെ പെർഫെക്ഷനിലേക്ക് എത്തിച്ചാൽ മതിയാണ്. റിലീസ് ചെയ്യാം. വലതുവശത്തേക്ക് തിരിയാം. വലത് കൈപ്പത്തി തറയിൽ ഉറപ്പിച്ചു വയ്ക്കാം. കൈകളിലേക്ക് ശരീരഭാരം മുഴുവൻ കൊടുത്തുകൊണ്ട് പതിയെ ഉയരുക. ഇടത് കൈ അരക്കെട്ടിലേക്ക് കാൽമുട്ട് നന്നായി നിവർത്തി വെച്ചിരിക്കുന്നു. കാലിലെ പേശികൾ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുകയാണ്. കയ്യിലെ പേശികൾ നന്നായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. വലത് ഷോൾഡർ മസിൽസ്, ചെസ്റ്റ് മസിൽസ് എല്ലാം നല്ലവണ്ണം കോൺട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ടാവും. അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുക.